എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന പിഴുതെറിഞ്ഞ് പന ദേഹത്ത് വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോതമംഗലം MA കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആൻമേരിയാണ് അപകടത്തിൽ മരിച്ചത്. അപകടമുണ്ടായ ചെമ്പൻകുഴിയിൽ ഉൾപ്പെടെ കാട്ടാന ശല്യം തടയാനുള്ള മാർഗങ്ങൾ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചെമ്പൻകുഴിയിൽ വെച്ച് ആൻമേരിയും സുഹൃത്ത് അൽത്താഫ് സഞ്ചരിച്ച ബൈക്കിന് മുകളിൽ കാട്ടാന കുത്തുമറിച്ചിട്ട പന വീണത്. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻമേരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അൽത്താഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോതമംഗലത്തെ ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് സ്വദേശിയാണ് ആൻമേരി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം നടന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആൻമേരിയെ അവസാനമായി കാണാൻ സുഹൃത്തുക്കളും എത്തിയിരുന്നു. മന്ത്രി P. രാജീവും കോതമംഗലം MLA ആന്റണി ജോണും സ്ഥലത്തുണ്ടായിരുന്നു. കേരളത്തിന് സാധ്യമാകാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെയും കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ആനകൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ അതിനകത്ത് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും, ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചെമ്പൻകുഴിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. നിരവധി തവണ പ്രതിഷേധങ്ങൾക്ക് വേദിയായ ഇവിടെ വിഷയമുന്നയിച്ച് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. മീഡിയ 1 കൊച്ചി.